ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കലൊക്കെ വളരെ 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 റെയർ ആയിട്ടുള്ള കാര്യമാണ്. ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് ഓട്ടമായിരിക്കും. അതൊക്കെ കൊണ്ടാണ് കേട്ടോ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനൊക്കെ അങ്ങനെ പറ്റാത്തത്. പഴയ പോലത്തെ ഒരു ഫ്ലോയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് എന്തായാലും വീട്ടിൽ അനിയത്തിൻ്റെ 2 കുട്ടികളും മോനും ഒക്കെ ഉള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വീഡിയോയിലൂടെ കണ്ടാലോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നലെ വൈകുന്നേരമാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 പേരും നല്ല അടിപൊളി ഉറക്കത്തിലാണ്. മോന് ഇവിടെ കുറച്ച് ദിവസം ഉള്ളപ്പോൾ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. പക്ഷേ ഇന്ന് മോനുണ്ടായിരുന്നില്ല. മോന് വീട്ടിലേക്ക് ഒന്ന് അടിച്ച് തുടച്ച് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലെ ഇനിയിപ്പോൾ എത്തും. അവനിന്ന് ക്ലാസ് ഉണ്ട്, അപ്പോൾ രാവിലെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഉമ്മയും ഞാനും വാപ്പയും ഇക്കായും ഹാദും കൂടി ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കഴിച്ചു കേട്ടോ. അപ്പോഴൊന്നും കുട്ടികൾ ഉണർന്നിട്ടില്ലാതെ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ മോന് വന്നിട്ടുണ്ട് വീട്ടിൽ നിന്ന്. ആകെ കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ, മഴയൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ എന്തായാലും ഇനി ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അവന് പോകണം. ഇപ്പം തന്നെ ലേറ്റായി എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി, ദോശ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു എന്തായി എന്നുള്ളത്. അപ്പോൾ ഭയങ്കര പണിയായിരുന്നു. അവിടെ മുറ്റം തൂക്കാനുണ്ടായിരുന്നു, പെര തൂക്കാനുണ്ടായിരുന്നു, എല്ലാം ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ വീടിൻ്റെ അവിടെ നല്ലോണം മരം ഉള്ളതുകൊണ്ട് ഇഷ്ടം പോലെ ഇല വീഴും കേട്ടോ. അപ്പോൾ ഒരു ദിവസം തൂത്തില്ലെങ്കിൽ തന്നെ ഒരു കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ 2 ദിവസമായിട്ട് പോയി എല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ട് വന്നേക്കുകയാണ് ആശാന്. മോനുൻ്റെ ഫേസൊക്കെ വലിയ ആളായല്ലേ ആളിപ്പോൾ. നിങ്ങളെൻ്റെ മോനുവിനെ കുഞ്ഞിലെ മുതൽ കാണാൻ തുടങ്ങിയതുകൊണ്ട് പലരും കമൻറ്റിൽ പറയാറുണ്ട് മോനും ഇപ്പോൾ വലിയ കൊച്ചായി എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഹാദുക്കാക്ക് പിന്നെ ഇവരെ ഉണർത്താഞ്ഞിട്ട് വയ്യായിരുന്നു കേട്ടോ. മദ്രസയിലും പോയി കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ ഒരു രക്ഷയില്ല. പെട്ടെന്ന് തന്നെ പിന്നെ അവരെങ്ങനെ ഉണർത്തേണ്ടത്, ഇക്കാക്ക കുളിച്ചിട്ടൊക്കെയാണ് നിൽക്കുന്നത്, നിങ്ങൾ കുളിച്ചിട്ടില്ലേ, എഴുന്നേറ്റിട്ടില്ലേ, ചായ കുടിച്ചിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ 2 പേരും കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പറയുന്നതന്നെ, എടാ മോനുമാമ വന്നിട്ടുണ്ടടാ, നിങ്ങൾ ഇന്നലെ ചോദിച്ചതല്ലേ. അപ്പോൾ ഇവർ 2 പേരും വന്നപ്പോൾ മോനുമാമ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. വന്നപ്പോൾ മോനുമാമ ഇല്ല, ഞാനൊരു തരത്തിലാണ് കിടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നോട് പറഞ്ഞു മോനുമാമാൻ്റെ കൂടെ ഞങ്ങൾ കിടക്കൂല, ഞാൻ വേറെ ആരുടെയും കൂടെ കിടക്കൂല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞു ഉറങ്ങുമ്പോൾ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ കഥയൊക്കെ പറഞ്ഞാണ് കിടത്തി ഉറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ മോനുമാമയെ കണ്ടപ്പോൾ സന്തോഷമായി. ഞാൻ പറഞ്ഞു ഇന്നലെ രാത്രി തന്നെ നിങ്ങളുടെ കൂടെ വന്ന് കിടന്നതാ, അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്തായാലും രാവിലെ എഴുന്നേൽപ്പിച്ച് 2 പേരെയും പല്ലൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ച് മിടുക്കന്മാരായിട്ട് നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം. ഇവിടെ പിന്നെ കളിപ്പാട്ടത്തിനൊന്നും യാതൊരുവിധ ക്ഷാമവും ഇല്ലാത്തതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കളിപ്പാട്ടത്തിൻ്റെ പുറകെയാണ് കേട്ടോ. ഉഷാറാണ് മാഷാല്ലാ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ചിൻ്റെ ടൈമായി. ഇന്ന് ഞാൻ ചോറും സാമ്പാറും അതും ഇതൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. രാവിലത്തെ സാമ്പാറുണ്ടായിരുന്നു, പിന്നെ അതിന് കുറച്ച് കറിയൊക്കെ ആയിട്ട് അങ്ങനെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പോൾ എല്ലാത്തിനെയും പിടിച്ച് അകത്തിരുത്തിയിട്ടുണ്ട് കേട്ടോ. മഴയൊക്കെ ആയതുകൊണ്ട് അധികം പുറത്തിറക്കി കളിപ്പിക്കാനും പറ്റില്ല. പിന്നെ കളറടിക്കലാണിപ്പോൾ. അപ്പോൾ ഇതുപോലെ ബുക്കൊക്കെ നമ്മൾ നേരത്തെ തന്നെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ഇവർ വരുമ്പോഴത്തേക്കിനും കളിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 3 പേരും അവരവർക്ക് ഇഷ്ടമുള്ള ബുക്കുമായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ മോന് വന്നു. മോനിന് വിളമ്പിയ ചോറാണ് കേട്ടോ ഇന്ന്. മത്തിക്കറി, അതുപോലെ മത്തി പൊരിച്ചത്, അവിയൽ, സാമ്പാറൊക്കെയാണ്. അപ്പോൾ ഇവർക്ക് 2 പേർക്കും ഇല്ലേ വെജിറ്റബിൾസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവിയൽ, സാമ്പാർ, തോരൻ, അങ്ങനെയുള്ള വെജിറ്റബിൾ ഐറ്റംസ് ഒക്കെ ഇവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. നാളെ ഇൻഷാല്ലാ എന്തെങ്കിലും ചിക്കൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മോനും എല്ലാവരെയും കൂടെ കൊണ്ടുവന്ന് സൈക്കിളെ ഓട്ടാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പുറത്ത്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് സൈക്കിളെ ഓട്ടുക. ഇവിടെ നല്ല റഷാണ് റോഡിലൊക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറക്കാൻ പേടിയാണ്. അപ്പോൾ അങ്ങനെ മോനും ഉള്ളതുകൊണ്ട് പിന്നെ അവൻ്റെ കൂട്ടത്തിൽ വിട്ടു, കുട്ടികളും അങ്ങനെ പോയി. ഇവരെല്ലാവരും കൂടെ സൈക്കിളിൽ അങ്ങനെ പോയിട്ട് എനിക്കൊരു സമാധാനം ഇല്ല കേട്ടോ. 2 പിള്ളേരും ഹാദും എല്ലാവരും ഉണ്ടല്ലോ, മോനും ഇതെല്ലാം കൂടെ പറ്റുമോ എന്നൊക്കെ ഓർത്തിട്ട് എനിക്കൊരു ടെൻഷനായിരുന്നു. അങ്ങനെ പിന്നെ ഞാനും കൂടെ പോയിട്ടോ. ഇതുങ്ങൾ സൈക്കിൾ എവിടെ മുന്നേ പോവും, ഞാനാണെങ്കിൽ പുറകെ നടന്ന് അങ്ങനെ എന്തായാലും വീടെത്തി. പിന്നെ മരുപസ്കാരമൊക്കെ ആയപ്പോഴത്തേക്കിനും പിന്നെ എല്ലാവരും കൂടെ നിസ്കരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഇവർ വന്നു കഴിഞ്ഞപ്പോൾ ഹാദുനങ്ങ് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എല്ലാത്തിനും കൂടെ ആൾക്കാർ, എല്ലാത്തിനും വിളിച്ചെടുത്ത് വരുന്ന സന്നാഹങ്ങളൊക്കെ ഹാദുനുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഹാദുക്കാക്ക് അങ്ങ് വിലസായിരുന്നു ഇവിടെ. നിസ്കരിക്കുന്നു, ഓതുന്നു, അവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം കൂടെ ആയിട്ട്. അങ്ങനെ പിന്നെ നമ്മളിനി ബാക്കി നൈറ്റിലെ പരിപാടികളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ രാത്രി ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. എല്ലാവർക്കും ദോശ, സാമ്പാർ, ചമ്മന്തി, ചോറ് വേണ്ടവർക്ക് ചോറ്, അങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു പോയി.
പിറ്റേന്ന് ഉച്ചയ്ക്ക് ഞാൻ വിചാരിച്ചു ഒരു മന്തി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ എടുത്ത് വെച്ചേക്കുന്നത്. മന്തിയുടെ മസാലയ്ക്ക് വേണ്ടിയിട്ട് നല്ല ജീരകം, പെരിഞ്ജീരകം, ഗ്രാമ്പു, കറുവപ്പട്ട, അതുപോലെ ഏലക്ക, മല്ലി, പിന്നെ 2 ഉണക്കമുളകും കൂടി എടുത്തിട്ട് അതൊന്ന് ചൂടാക്കിയിട്ട് നന്നായിട്ട് പൊടിച്ച് വെക്കും. അതാണ് കേട്ടോ നമ്മൾ മന്തിയുടെ മസാലയായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി തൊലിയോട് കൂടിയിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മല്ലിയില, പുതിനയില ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലയിലെ മന്തി മസാല അതിൽ നിന്ന് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ മാഗി ക്യൂബാണ് കേട്ടോ ചേർക്കുന്നത്. ഒരു മാഗി ക്യൂബേ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തു. 2 ഉണ്ടെങ്കിൽ അത്രയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു കോഴിയിലേക്ക് 2 3 ഒക്കെ ചേർത്ത് കൊടുക്കാം. അത് ചേർക്കുമ്പോൾ ഉപ്പൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ രാവിലെ തന്നെ ഇതൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിന്ന് വേറെ കുറച്ച് പരിപാടികളുണ്ട്, ബാങ്കിൽ പോകണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ കുട്ടികളും ഉണ്ട്. അപ്പോൾ മോനുവിനെ രാവിലെ വിട്ടിട്ടുണ്ട്. അപ്പോൾ അവൻ തിരിച്ച് വന്നിട്ട് കുട്ടികളെ അവനെ ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് പോകാൻ. പിന്നെ ഉമ്മി വാപ്പി ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ അവരെ ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് പോകാൻ. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ മന്തിയൊക്കെ ആകുമ്പോൾ എളുപ്പമുണ്ടല്ലോ, അപ്പോൾ ചെയ്ത് വെച്ചിട്ട് പോകാൻ കുട്ടികൾക്ക് ഇഷ്ടവും ആകും. പിന്നെ ഇതൊന്ന് ആദ്യമേ ഒന്ന് കുത്തി കൊടുക്കണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഇതൊന്ന് ഫോർക്ക് കൊണ്ടൊന്ന് കുത്തിയേക്കാന്ന്. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മന്തിയാണ്, എങ്കിൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി ചെമ്പ് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒരു അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്കൊരു 5-6 വെളുത്തുള്ളി ഒന്ന് ചതച്ചതും ഒരു സവാളയും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേസമയം തന്നെ നമുക്ക് ഇപ്പുറത്ത് അരിയും കൂടെ ഒന്ന് വേവിക്കാൻ വെക്കാം. അതിന് വേണ്ടിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. കുറച്ച് കൂടുതൽ വെള്ളം വെക്കുക. അതിലേക്ക് സ്പൈസസ്, കറുവപ്പട്ട, ഏലക്ക, പിന്നെ മല്ലി, നല്ല ജീരകവും നമ്മൾ ഈ അരിയിൽ ഒരിത്തിരി ചേർത്ത് കൊടുത്തേക്കണേ. ഗ്രാമ്പു, ഏലക്ക സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ സെറ്റാക്കിയിട്ടൊന്ന് തിളപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അരിയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി നമ്മൾ ആ ഒരു സവാളയും വെളുത്തുള്ളിയും വാടിയതിലേക്ക് ഈ ഒരു ചിക്കൻ, നമ്മൾ രാവിലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ, ഇതെങ്ങനെയെങ്കിലും ഒരു മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. ഇനി തലേന്നൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പറ്റുമെങ്കിൽ ഇനി ഒട്ടും സമയമില്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു മസാല ഒക്കെ ആക്കിയിട്ട് നമ്മൾ ഇതുപോലെ ചെമ്പിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്, താഴത്തായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചായി താഴത്തെ ആ ഒരു പിന്നെ എന്താ നല്ലൊരു മണമൊക്കെ വരും. ആ ഒരു ചിക്കൻ ഒന്ന് ഇതാവുന്നതിൻ്റെ ആ ഒരു ടൈമിൽ നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോഴത്തേക്കിനും ഇതേ വെള്ളമൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. ഏതരി വേണമെങ്കിലും എടുക്കാം. ഈ ഒരു രീതിയിൽ തന്നെ ചെയ്താൽ മതി. പിന്നെ അരി എടുക്കുമ്പോൾ നമ്മളൊരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റോ അരമണിക്കൂറോ സമയമുള്ളതിനനുസരിച്ചിട്ടൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം എടുക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിലാണ് കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഇതേ ചിക്കൻ 2 ഭാഗവും ഒന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞിട്ട് കനം കുറച്ച് വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 ഉണക്ക നാരകം കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഈ ചിക്കൻ നമ്മൾ വെക്കുമ്പോഴത്തേക്കിനും നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണേ. എന്നിട്ട് വേണം 2 ഭാഗം ഒന്ന് മൊരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് നിന്ന് ചിക്കൻ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഗ്രേവി നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ മറ്റൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി, അതുപോലെ കുറച്ച് ആ ഒരു മസാല ഉണ്ടല്ലോ നമ്മൾ പൊടിച്ചിട്ടുള്ള ആ ഒരു മസാല, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ചിക്കനിൽ ഉപ്പ് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ഈ മസാലയിൽ ഒരു അല്പം പിന്നെ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു 2 സൈഡും ഒന്ന് ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ, ഇതിപ്പോൾ ഒരുപാട് വെന്തിട്ടൊന്നുമില്ല, പക്ഷേ ആ ഒരു ഗ്രേവിയൊക്കെ ഇതിൽ ഇറങ്ങിയിട്ടുമുണ്ട് ചിക്കൻ്റെ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഇതിനകത്ത് നിന്ന് ആ ഒരു ചിക്കൻ മാത്രം എടുത്തിട്ട് നമ്മൾ ആ ഒരു മസാലയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ മസാലയിൽ നന്നായിട്ട് ഈ ഒരു ചിക്കൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മിക്സ് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ, പൊടിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ആ ഒരു പിന്നെ മന്തിക്ക് എടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് വലുതായിട്ട് തന്നെ ചിക്കനൊക്കെ എടുക്കുക. കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ഇത് പോകൂട്ടാ, ആ ഒരു കറക്റ്റായിട്ട് ഒരു സോഫ്റ്റ്നെസ്സിൽ കിട്ടൂല. അപ്പോൾ പൊടിഞ്ഞും പോകും, പിന്നെ ആ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത്രയെങ്കിലും വലുപ്പത്തിൽ എടുക്കുക. ഇനി നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഈ ഒരു ചിക്കന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് 2 സൈഡും. മോനുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, മന്തി എന്ന് പറയുന്നിടത്ത് വീഴും, അതുപോലെ ഇഷ്ടമാണ്. ബിരിയാണിനേക്കാളും ഇഷ്ടം മന്തിയാണ് കേട്ടോ. അവൻ പറയുന്നത് എത്ര തന്നാലും കഴിക്കുന്നത് മന്തിയാണ് എന്നുള്ളതാണ്. ആശാൻ പൊതുവെ ഭക്ഷണം കഴിക്കൽ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ആളല്ല കേട്ടോ, പക്ഷേ മന്തിയൊക്കെ ആണെങ്കിൽ ഇഷ്ടമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ചോറും കറിയാണ് കേട്ടോ ഇഷ്ടം. എന്നാലും ഞാൻ പറഞ്ഞതാണ്, ഒരുപാട് ഇങ്ങനെ സാധാരണ ആമ്പിള്ളേരൊക്കെ കുറച്ച് കഴിക്കുമല്ലോ, അത്ര ഒന്നും ഈ ചെറുക്കൻ കഴിക്കത്തില്ല കേട്ടോ. മിക്കത് കൊടുക്കുമ്പോഴും എനിക്ക് വേണ്ടാന്നേ പറയത്തുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് എന്താ ഇതാകുമ്പോഴത്തേക്കിനും പിന്നെ ഞാനും ഹാപ്പിയാണ് കേട്ടോ, ആൾക്ക് ഇഷ്ടമായിട്ട് കഴിച്ചോളും. ഇനിയിപ്പോൾ ആ ഒരു ചിക്കൻ്റെ ആ ഒരു ഗ്രേവിയിലേക്കാണ് നമ്മൾ ഈ മന്തീൻ്റെ റൈസ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്കിങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ കുറച്ച് പ്രോസസ്സ് ഉള്ളതായിട്ട് തോന്നും, പക്ഷെ അത്ര പ്രശ്നമൊന്നുമില്ല, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷെ നല്ല ടേസ്റ്റാണ്, നല്ല ഫ്ലേവർഫുള്ളായിരിക്കും ഈ ഒരു മന്തി. കാരണം ആ ഒരു ഗ്രേവിയിൽ തന്നെ നമ്മൾ ഈ റൈസൊക്കെ ഒന്ന് ആക്കുന്നത്. നമ്മളൊരു 3/4 വേവാകുമ്പോൾ തന്നെ റൈസ് നമ്മൾ ഒന്ന് കോരിയിട്ട് ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ അതിനകത്ത് വെച്ചിട്ട് മേളിൽ ആ ഒരു ഫ്രൈ ചെയ്ത ചിക്കൻ മുകളിലും വെച്ചിട്ട് നമ്മളങ്ങ് ദം ചെയ്തെടുക്കുകയാണോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ മന്തിയൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിലും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ ആ ഒരു ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇപ്പോൾ ഇതേ റൈസ് എല്ലാം ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ, ആ ഗ്രേവി എല്ലായിടത്തേക്കും എത്താൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഇതുപോലെ നമ്മൾ അതിൽ കളറൊന്നും ചേർത്തിട്ടില്ല, മഞ്ഞ കളറോ അങ്ങനെ ഒന്നും ഇല്ല, അതുകൊണ്ട് നമ്മുടെ റൈസിൻ്റെ കളറ് മാറിയില്ല. എന്നാൽ നല്ല രീതിയിൽ ഫ്ലേവർ ഇതിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. റൈസിൽ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ഫ്ലേവർഫുള്ളായിട്ട് നമുക്കിത് കിട്ടും. എന്നിട്ട് നമ്മളിനി ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ, അതേ ഞാൻ പകുതി ഇപ്പോൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ഇതിലേക്കായിട്ട് എടുത്ത് വെക്കുകയാണ്. ഇനി ആ ബാക്കിയുള്ള മസാലയും ആ ഒരു ചിക്കനും ബാക്കിയുള്ള ചിക്കനും ആ ഒരു മസാലയും ആ ഒരു കുറച്ച് എണ്ണ, ഞാൻ വളരെ കുറച്ച് എണ്ണ മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളൂ, ആ ഒരു എണ്ണയും കൂടെ ഇതിലേക്കായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനിതേ ഇതിനകത്തിന് താഴെ വരെ ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. ഞാൻ കുറച്ച് ഹറി ആയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ പോകണം, 11 മണിയോ 12 മണിയോ ആ ഒരു ടൈം എങ്ങാണ്ടായിരുന്നു എനിക്ക് ബാങ്കിൽ പോകേണ്ടത്. അപ്പോൾ ഞാൻ ഒരുങ്ങി വന്ന് നിന്നതിന് ശേഷമാണ് ഇതൊന്ന് ദമ്മൊക്കെ ഇടുന്നത് കേട്ടോ. കുട്ടികൾ എല്ലാവരും ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൂടെ ഒരുമിച്ച് അങ്ങനെ പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചങ്ങ് ബിസി ആയിരുന്നു, എല്ലാവരെയും കുളിപ്പിച്ച് വൃത്തിയാക്കി വീട്ടിലെ ബാക്കി പണികളൊക്കെ കഴിഞ്ഞ് അങ്ങനെ സെറ്റാക്കിയിട്ടാണ് നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുന്നത്. ഞാൻ വാച്ചും എല്ലാ സാധനങ്ങൾ ഇട്ടിട്ട് വന്നിട്ടാണ് കേട്ടോ ലാസ്റ്റ് ഞാനിതൊന്ന് സെറ്റാക്കിയത്. അപ്പോൾ അതെ ഇതിൽ ഞാൻ സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചിരട്ട കത്തിച്ചിട്ട് അതാണ് വെച്ച് കൊടുക്കുന്നത്. കരിയായാലും മതി കേട്ടോ, നിങ്ങളുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് മതി. എന്നിട്ട് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് മൂടിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അടി വരെ നല്ല രീതിയിൽ, അടിയിലിപ്പോൾ തീയുണ്ട് കേട്ടോ, ഇനി ഒരു 10 മിനിറ്റ് നല്ല ലോ ഫ്ലെയിമിൽ അങ്ങനെ ഇരുന്നാൽ മതി. അപ്പോഴേക്കും അത് നമ്മുടെ മന്തി അടിപൊളിയായിട്ട് സെറ്റായി കിട്ടും. അപ്പം മന്തി തുറക്കുന്ന വീഡിയോ കിട്ടിയിട്ടില്ല കേട്ടോ, ഞാനില്ലായിരുന്നു. അപ്പോൾ അത് ഞാനങ്ങനെ ദമ്മിട്ടിട്ട് ഉമ്മയോട് പറഞ്ഞു അതൊന്ന് ഓഫ് ചെയ്തേക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ പോന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ ബാങ്കിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ കഴിച്ചു, പിള്ളേരൊക്കെ അടിപൊളിയായിട്ട് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ നല്ല ടെൻഷനിലായിരുന്നു കേട്ടോ, എന്താക്കും 3 പേരും ഉണ്ടല്ലോ. പിന്നെ മോനുള്ളതുകൊണ്ട് പിന്നെ ആശ്വാസമാണ് കേട്ടോ, മോന് പിന്നെ ക്ലാസ്സിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അവനുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ ഞാൻ രാത്രി ഒക്കെ ആയെന്ന് തോന്നുന്നു വന്നപ്പോഴത്തേക്കിനും. അപ്പോൾ ഇനി മന്തി കഴിക്കാൻ വേണ്ടി ഞാനും ഇക്കായും മന്തി കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മന്തി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയട്ടാ. അപ്പോൾ മന്തി ലവേഴ്സൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യേ. അപ്പോൾ അന്നത്തെ ദിവസം അത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവർ പോകുന്നതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ ഞങ്ങളൊന്ന് ഇവരെ പുറത്ത് കൊണ്ടുപോയത്. കാരണം ഇക്കാക്ക് കുറച്ചധികം ബിസി ആയതുകൊണ്ട് അങ്ങനെ പുറത്തോട്ടൊന്നും പോകാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവർ വന്നപ്പോഴൊക്കെ വർക്കിംഗ് ഡേയ്സ് ആയിരുന്നു കേട്ടോ, ശനി ഞായറൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ എന്തായാലും കടയും എല്ലാം കൂടെ ആയതുകൊണ്ട് അങ്ങനെ പിന്നെ മോനും ഞാനും കൂടെയാണ് ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ചെന്നു. മോനും ഞങ്ങളെല്ലാവരും കൂടെ എത്തിയിട്ടില്ല കേട്ടോ, ഇപ്പോൾ ഇക്ക ഞങ്ങളെ വിളിക്കാൻ വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ആക്കിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞങ്ങൾ പിന്നെ കുറേ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു പിസയൊക്കെ മേടിച്ച് കഴിച്ചു, അങ്ങനെ ബ്രോസ്റ്റഡൊക്കെ മേടിച്ച് കൊടുത്തു, അങ്ങനെയൊക്കെ. പിന്നെ അതിൻ്റെ പിറ്റേന്ന് ഞങ്ങൾ ഒരു കല്യാണത്തിന് പോയപ്പോഴത്തേക്കിന് ഇവരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വന്നിട്ടാണ് അനിയത്തി കുട്ടികളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അവൾ 2-3 ദിവസമായിട്ട് ഒരു ട്രെയിനിങ്ങിന് പോയേക്കായിരുന്നു കേട്ടോ, 2 ദിവസം തോന്നുന്നു, കോഴിക്കോട് എങ്ങാണ്ടായിരുന്നു കേട്ടോ. ഞാൻ കറക്റ്റായിട്ട് ഇപ്പോൾ ഓർക്കുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവൾ അവിടെ പോയേക്കായിരുന്നു, അതുകൊണ്ടാണ് കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവനൊക്കെ ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ അനിയത്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര കൊഞ്ചലും ഇതൊക്കെ ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു ഇവർ പോയപ്പോഴത്തേക്കിന്. നല്ല രസമായിരുന്നു, വീട്ടിൽ ഇങ്ങനെ ബഹളമായിരുന്നു കേട്ടോ. ഇവനൊക്കെ നല്ലോണം വർത്താനം പറയും, നല്ല രസമാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് വന്ന് അവരങ്ങനെ കുട്ടികളെ വിളിച്ചിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇൻഡസ് വാലിയുടെ പെട്ടിയാണ് കേട്ടോ ഇത്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് 2 ദിവസത്തേതായി. അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.